അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായ ഗ്രീൻ പീസ് വടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എന്നാൽ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ വൈകിട്ടാണ് കേട്ടോ ഈ വട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ കടല വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കണം, അതിൻ്റെ ഒരു 5-6 മണിക്കൂർ മുൻപ് തന്നെ ഇതൊന്ന് കടലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും ചേർക്കാം. അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലൊട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ വേഗം ഒന്ന് അരച്ചെടുക്കേണ്ട. ആദ്യം കടല ഇടുക, അതിലേക്ക് കുറച്ച് ഉള്ളി ഇടുക, പച്ചമുളക് ഇടുക, ഇഞ്ചി ഇടുക, കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച കടല ഓരോ ബോൾസായിട്ടൊന്ന് ഉരുട്ടി കൈ കൊണ്ട് എടുക്കാം. എന്നിട്ട് ഇത് ഈ കാണുന്ന പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഓരോന്നും ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ചെറിയൊരു ബോൾസായിട്ട് ഒന്ന് കൈ കൊണ്ട് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഓരോ വടയും ചെയ്തെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോർമൽ പരിപാടിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് മാറിയിട്ട് ഉള്ളു വേവാതെ ഇരിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഞാൻ കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, കാണാൻ തന്നെ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.